ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ഷഹറുർ റഹ്മ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ്. ബഹുമാനികളെ, പരിപാവനമായ റമദാൻ മാസത്തിൽ ബഹ്റൈനിലെ 4ാമത്തെ ദിവസമാണിത്. ഏഷ്യ ബഹ്റൈൻ എന്ന് പറയുന്ന ആ സംരംഭം അതിൻ്റെ ദൗത്യത്തിൻ്റെ 4ാമത്തെ ദിവസമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി, പരിശുദ്ധ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ആഹാരം പോലും ഉപേക്ഷിച്ചുകൊണ്ടൊരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് ആത്മാവെന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം, മനുഷ്യനെ മൃഗമായി പോവാതെ കാത്തു സൂക്ഷിക്കുന്ന ഘടകം, അതിനു വേണ്ട വിദ്യയും ഭക്തിയും കൊടുത്തുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി മാറുവാൻ, ഈ ലോകത്ത് അവനൊരു നല്ല വിശ്വാസിയായി ജീവിച്ച് മറ്റുള്ളവരെ ജാതിമത ഭേദമന്യേ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തുവാൻ, ജീവിപ്പിക്കുവാൻ അനുവദിക്കുന്ന ഒരു വിശ്വാസിയായി മാറലാണ് റമദാൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി, ആത്മാവ്. ഈ നോമ്പുകാരൻ സൂക്ഷിക്കേണ്ട മുഖ്യ വിഷയങ്ങളിൽ പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും ഖൗലുസ്സൂർ. നിനക്ക് ഖൗലുസ്സൂർ അറബിയിൽ പറഞ്ഞാൽ പരദൂഷണം, ഏഷണി, കളവ്, ഇല്ലാത്തത് പറയുക, ശപിക്കുക, ചതിക്കുക, ഇവയെല്ലാം ഈ ഒറ്റ വാക്കിൽ പെടുന്നുണ്ട്. ഇത് ഉപേക്ഷിക്കുകയാണ് നോമ്പുകാരൻ്റെ ആദ്യത്തെ ദൗത്യം. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു ഭൃത്യൻ ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, യഖൂലുൽ മുഅ്മിൻ ജബ്ബാന, വിശ്വാസി ഭീരുവായിരിക്കുമോ? ആയിരിക്കും. വിശ്വാസി പിശുക്കനായിരിക്കുമോ? ആയിരിക്കും. പിശുക്കനാവാം, അവൻ്റെ വരുമാനമനുസരിച്ച് അവൻ പിശുക്കനായി മാറും. എന്നാൽ വിശ്വാസി യഖൂലുൽ മുഅ്മിൻ കല്ലാബ, വിശ്വാസി കളവ് പറയുന്നവനായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആവില്ല എന്ന് പറഞ്ഞു. ബഹുമാനികളെ, കളവ് അതാണ് കാരണം. കളവ് എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു മനുഷ്യൻ, പല രീതിയിലുള്ള ആളുകളും പ്രവാചകനെ കാണാൻ വരുമായിരുന്നു, പല ദുസ്വഭാവങ്ങളുള്ളവരെയും പ്രവാചകൻ സ്വീകരിക്കുമായിരുന്നു. എന്നാൽ കളവ് പറയുന്നവൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ പ്രവൃത്തി അവൻ നിർത്തി എന്ന് പറയുന്നത് വരെ അവനോട് പ്രവാചകന് വെറുപ്പായിരുന്നു. സഹോദരങ്ങളെ, കളവ് പറയുന്നത് എന്നുള്ളതിനെ നിർത്തിയാൽ നിങ്ങളും ഞാനും എല്ലാ പാപത്തിലും കളവിൻ്റെ ഒരു സ്ഥാനമുണ്ടാവും. ചതിക്കൽ കളവുണ്ടാവും, കള്ളുകുടി സ്ഥലമുണ്ടാവും, വ്യഭിചാരം കളവുണ്ടാവും, ഭാര്യയോട് കളവ് പറയും. ഇങ്ങനെ കളവ് പറയൽ നിർത്തിയാൽ ഈ ലോകത്തുള്ള 95% പാപങ്ങളെയും നിർത്തുവാൻ സാധിക്കും. അത് റമദാൻ്റെ മുഖ്യ ഉദ്ദേശങ്ങളിലൊന്നാണ്. അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ റമദാനമൃതം ഈ ലോകത്തിന് സമാധാനം നൽകുന്നതാവട്ടെ. ഏഷ്യ ബഹ്റൈൻ്റെ പ്രേക്ഷകർക്ക് സമാധാനവും ശാന്തിയും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.